ഓം ഗുരവേ നമഃ. പ്രിയമുള്ളവരെ, ഒരു ഫിലോസഫി പഠനം യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഈ ചാനലിലെ 20ാമത്തെ വീഡിയോ ആണ്. ഗുരു ഫിലോസഫി പഠനത്തിൻ്റെ തുടർച്ചയാണ്. വേദാന്ത സൂത്രത്തിലെ സൂത്രങ്ങളിലാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. 17, 18, 19 എന്നീ വീഡിയോകളിലായി സൂത്രങ്ങൾ, വേദാന്ത സൂത്രത്തിലെ ഇദം ബ്രഹ്മയേവ അഹം ബ്രഹ്മയേവ അസ്യജ തജ്ജ്യോതി തേനേദം പ്രജ്വലിതം ഇതി ബ്രഹ്മ ഏവ അഹം തത് അഹം അസ്മി, ഇത്രയും സൂത്രങ്ങൾ പ്രതിപാദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആവർത്തിക്കുന്നില്ല. അടുത്ത സൂത്രം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എല്ലാം പ്രധാനമാണ് എങ്കിലും നിങ്ങൾ അതിൻ്റെ സത്ത് മുഴുവനും അടുത്ത 2-3 സൂത്രങ്ങളിലേക്ക് വരികയാണ്. ആ സൂത്രം ഇങ്ങനെയാണ്: ആത്മന്യാത് കിഞ്ചൻ നാസ്തി. ആത്മന്യാത് കിഞ്ചിത് ന അസ്തി എന്നാണ് പദം പിരിക്കുമ്പോൾ പറയുക. ആത്മന്യാത് കിഞ്ചൻ നാസ്തി, ഇതിൻ്റെ അർത്ഥം ആത്മാവിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. ആത്മാവിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല, എല്ലാം ആത്മാവ് മാത്രമാണ് എന്നാണ്. ഇത്രയും സമയം മറ്റ് സൂത്രങ്ങളിലായി പറഞ്ഞു വന്നത് എല്ലാം ബ്രഹ്മമാണ്. പരബ്രഹ്മം, പരമാത്മാവ് എന്നൊക്കെ നമ്മളിതിനെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആത്മാവ് എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വളരെ അർത്ഥവത്താണ്. ആത്മാവ് എന്ന് പറയുമ്പോൾ അതിന് രൂപമില്ല. ബ്രഹ്മത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ദേവതാരൂപങ്ങളുമായൊക്കെ താരതമ്യപ്പെടുത്താനുള്ളൊരു വ്യഗ്രത വന്നു ചേരാറുണ്ട്. എന്നാൽ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ ആരും ഭാഗ്യത്തിന് കരുതില്ല. അപ്പോൾ ആത്മന്യാത് കിഞ്ചൻ നാസ്തി, ബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ പരബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്ന രൂപത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതതിൻ്റെ സംഗ്രഹത്തിൻ്റെ സംഗ്രഹം. ആത്മാവിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ദൈവദശകത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്: ലോകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അപ്പോൾ അവിടെ ദൈവം അകവും പുറവും തിങ്ങി നിൽക്കുന്നതാണ്. ആ അകവും പുറവും തിങ്ങി നിൽക്കുമ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അങ്ങനെ രൂപമോ ആകൃതിയോ ഉള്ള ഒന്നിന് അങ്ങനെ കഴിയില്ല. ആകൃതിയേ ഉള്ളതും പ്രകൃതിയുള്ളതുമായ ഒന്നിനെയും ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കാൻ കഴിയില്ല. എല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ നിൽക്കുള്ളൂ. നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ആകൃതിയും പ്രകൃതിയിലുമുള്ള വസ്തുക്കളൊക്കെ അങ്ങനെ വേറിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവ എല്ലായിടത്തും ഒരുമിച്ചിങ്ങനെ നിറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഗുരു അങ്ങനെ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം, മഹിമാവ് എന്നതിനെ സംബന്ധിച്ച് പിന്നീട് പറയും. അകവും പുറവും തിങ്ങുന്ന ഒന്നാണ് ഈ പരബ്രഹ്മം. ആ പരബ്രഹ്മം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന, അങ്ങനെ അകത്തും പുറത്തും നിറഞ്ഞൊരു വസ്തു നിൽക്കുന്നുണ്ടെങ്കിൽ വേറൊന്നിനും നിൽക്കാൻ അവിടെ ഉണ്ടാവില്ലല്ലോ. വേറെ ഒന്നിനും യാതൊരു സ്ഥാനവും ഇടവും അവിടെ കിട്ടില്ല. അങ്ങനെ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. മഹിമാവാർന്ന നിൻപദം എന്നതിനെ സംബന്ധിച്ച് പിന്നീട് പറയാം. അപ്പോൾ ഇത് അകവും പുറവും തിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ദേവതാരൂപങ്ങളുമായോ ഒക്കെ എന്തെങ്കിലും തരത്തിലൊരു സാമ്യം ബ്രഹ്മം എന്ന പദം പ്രയോഗിച്ചപ്പോഴുണ്ടെങ്കിൽ അതിവിടെ അവസാനിക്കുക. അതിവിടെ ഗുരു നമുക്ക് ആ സംശയം പോലും സന്ദർഭവശാൽ തീർത്ത് തന്നിരിക്കുകയാണ്. ഇതെല്ലാം ആത്മാവാണ്. ആത്മാവിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. ഒരു വസ്തുവുമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. നിങ്ങളിൽ പല ചോദ്യങ്ങൾ ഉയർന്നോട്ടെ, ഉയരുന്നത് വളരെ നല്ലതാണ്. അടുത്ത സൂത്രം തസ്മാത് തസ്യ സത്വാച്ച. തസ്മാത് തസ്യ സത്വാച്ച, അങ്ങനെയാണ് പദം പിരിച്ചു വരുന്നില്ല. അതിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ നിലനിൽപ്പ് എന്നതുകൊണ്ട്. അതാണ് സൂത്രത്തിൻ്റെ അർത്ഥം. അതുമാത്രമാണ് സത്യം. അതിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ നിലനിൽപ്പ്. ഏതിൽ നിന്ന് തന്നെ? ഇതിനു മുമ്പുള്ള സൂത്രത്തിൽ പറഞ്ഞു ആത്മാവ്. ആത്മാവിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ നിലനിൽപ്പ് എന്നതുകൊണ്ട് ആത്മാവ് മാത്രമാണ് സത്യം.
ചിലർ ബ്രഹ്മം ഉണ്ടായത് വന്നതാണെന്നും ദേവതകളൊക്കെ പലതും പലയിടത്തു നിന്നും ജനിച്ചതാണെന്നൊക്കെ നമുക്ക് അവിടെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്നവർ പിന്നീട് ദൈവമാണെന്നൊക്കെ വിചാരിക്കുന്നുമുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടായി വന്നതാണ് എങ്കിൽ ആ വസ്തു എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യം ഉയർന്നു വരും. സ്വാഭാവികമല്ലേ? അപ്പോൾ പിന്നെ ഈ പരമാത്മാവ് എന്നെങ്ങനെ വിളിക്കും? പരമസത്യം എന്നെങ്ങനെ വിളിക്കും? പരമസത്യം ഒരിക്കലും ഒന്നിൽ നിന്നും ഉണ്ടാകാൻ കഴിയില്ല. അതിവിടെ ഉള്ളതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഗുരു ദർശനം ഇവിടെ ഉള്ള വസ്തു തിരിച്ചറിഞ്ഞ് എന്താണെന്ന് അറിഞ്ഞ് കൃത്യമായി അത് ബോധ്യമായി അനുഭവിച്ച് നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ അത് എവിടെ നിന്നും ഉണ്ടായി വരാൻ കഴിയില്ല. ആത്മതത്വം എവിടെ നിന്നും ഉണ്ടാകില്ല. അത് സംബന്ധിച്ച് പിന്നീട് നമ്മൾ വിശദീകരണത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വ്യാഖ്യാതാവ് വളരെ ഭംഗിയായി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പുറത്ത് കാണുന്ന എല്ലാ ദൃശ്യങ്ങളും, സൂര്യനായാലും ചന്ദ്രനായാലും നക്ഷത്രങ്ങളായാലും ആകാശമായാലും എല്ലാവരും, ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം നിലനിൽക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് ആകാശത്തിലാണ്. അപ്പോൾ ആകാശത്തിലാണ് ഇവയൊക്കെ നിലനിൽക്കുന്നത്. ആകാശം ഇങ്ങനെ അനന്തമായി വീണ്ടുമുണ്ട്. അടുത്ത ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ആകാശം എവിടെ നിലനിൽക്കുന്നു? അതിനൊരിടം വേണ്ടേ? അതിനുത്തരം വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആകാശം നിലനിൽക്കുന്നത് ആത്മാവിലാണ്. കണ്ടോ? അതാണ് ഈ ആത്മാവ്. അപ്പോൾ എല്ലാ ആകാശവും എല്ലാ ദൃശ്യങ്ങളും നിലനിൽക്കുന്നത് ആത്മാവിലാണ് എന്നാണ് കൃത്യമായി ഇവിടെ സൂചിപ്പിക്കുന്നത്. ആത്മാവ് എവിടെ നിൽക്കുന്നു? അതിനും വേണ്ട ഒരു സ്ഥാനം. ആത്മാവ് അത് പറഞ്ഞു, അതിൻ്റെ നിലനിൽപ്പ് അതിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അത് മാത്രമാണ് സത്യം. ആത്മാവ് അതിൽ തന്നെയാണ് നിലനിൽക്കുന്നത്, ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതെങ്ങനെ, എപ്പോൾ, ഏത് രൂപത്തിലെന്നൊക്കെ പിന്നീട് വിശദീകരിക്കുന്നതാണ്. അതും സൂത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിലനിൽപ്പ് അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ആത്മാവ് നിലനിൽക്കുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം, ആത്മാവ് നിലനിൽക്കുന്നത് അതിൻ്റെ മഹിമാവിലാണ്, മഹത്വത്തിലാണ്. ആഴമേറും നിൻ മഹത്സാം ആഴിയിൽ ഞങ്ങളാകവേ. ആ മഹസ് നമ്മൾ പറയില്ലേ, മഹിമാവ്, അതിൽ നാം ഇറങ്ങിച്ചെന്നാൽ ആ മഹിമാവ് എന്ന് പറഞ്ഞാൽ മഹത്വമാണ്. ഗുരുവിനെ നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഗുരുവിൻ്റെ മഹത്വമാണ് ഗുരുവിനെ ഇപ്പോഴും ഓർമ്മിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത്, നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആ മഹത്വമുള്ളത് കൊണ്ടാണ്. ഗുരു എന്നും തൻ്റെ മഹത്വത്തിൽ നിലനിൽക്കും. ആത്മാവ് നിലനിൽക്കുന്നത് അതിൻ്റെ മഹത്വത്തിലാണ് എന്ന് തസ്മാത് തസ്യ സത്താച്ച എന്ന വ്യാഖ്യാനത്തിൽ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ സൂത്രം ഞാനിവിടെ ഇപ്പോൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പി ചേലക്കാട്.